നമസ്കാരം. ശ്വേതാ മേനോന് പിന്തുണയുമായി താരസംഘടനയായ അമ്മയിലെ പ്രമുഖരുടെ പ്രസ്താവന. അമ്മ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ അർഹതയും കഴിവുമുള്ള സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടും എന്നത് സുചിന്തിയമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ പരസ്പരം ചെളിവാരി എറിയുന്ന കാഴ്ച അമ്മ സംഘടനയെ സ്നേഹിക്കുന്നവരും സിനിമയ്ക്ക് പുറത്തും സൃഷ്ടിക്കുന്ന വിഷമവും അവജ്ഞതയും വലുതാണ്. നിരവധി കലാകാരന്മാർക്ക് താങ്ങും തണലുമാകേണ്ട അമ്മ സംഘടന ഇതുവഴി പൊതുജനമധ്യത്തിൽ അപഹാസ്യരാവുകയാണ്. അമ്മയിലെ നടൻ ബാബുരാജിനെ പിന്തുണയ്ക്കുന്ന ആരും ഇതുവരെ ഈ പ്രസ്താവനയ്ക്കൊപ്പം ചേർന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. മെമ്മറി കാർഡ് വിവാദത്തിൽ കുക്കു പരമേശ്വരനെ ആക്രമിക്കാൻ സ്ത്രീപക്ഷ ചിന്തകൾ എടുത്തുകാട്ടിയവർ പോലും ഈ പ്രസ്താവനയെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടില്ല. ഇതോടെ ആ വിഭാഗത്തിനും ശ്വേതയ്ക്കെതിരായ പരാതിയിൽ പങ്കുണ്ടോ എന്ന സംശയമാണ് ആളിക്കത്തുന്നത്. ശ്വേതാ മേനോനെതിരെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചെന്ന പരാതി ഉയർന്ന സംഭവത്തിൽ പ്രതികരണവുമായി നടൻ ദേവനും രംഗത്ത് വന്നിട്ടുണ്ട്. അമ്മ തെരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോന്റെ എതിർ സ്ഥാനാർത്ഥി കൂടിയാണ് നടൻ ദേവൻ. ചില പടങ്ങളിലെ സീനുകൾ വെച്ചിട്ടാണ് ശ്വേതാ മേനോനെതിരെ പരാതികൾ ഉയർന്നതെന്നും അവയെല്ലാം സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടി ഇറങ്ങിയ ചിത്രങ്ങളാണെന്നും ദേവൻ പറഞ്ഞു. എന്നിട്ടും ബാബുരാജ് അനുകൂലികൾ മൗനം തുടരുന്നു. ശക്തമായാണ് ദേവൻ പ്രതികരിച്ചത്. ശ്വേതാ മേനോനെതിരെ പരാതി ചില പടങ്ങളിലെ സീനുകൾ വെച്ചിട്ടാണ്. അത് ശ്വേതയുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നതല്ല, സിനിമയുടെ സ്ക്രിപ്റ്റ് ആഗ്രഹിക്കുന്നതനുസരിച്ചാണ് ചെയ്തത്. അതിൽ സെക്സ് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന് തീരുമാനിക്കേണ്ടത് സെൻസർ ബോർഡാണ്. സെൻസർ ബോർഡിന്റെ അനുമതിയോട് കൂടിയാണ് ആ സിനിമകൾ ഇറങ്ങിയതെന്ന് ദേവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. താരങ്ങൾ ശ്വേതാ മേനോന് പിന്തുണ അർപ്പിച്ചിറക്കിയ കുറിപ്പ് ഇങ്ങനെയാണ്. ശ്വേതാ മേനോന് പിന്തുണ. അമ്മ സംഘടന തിരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ അർഹതയും കഴിവുമുള്ള സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടും എന്നത് സുചിന്തിയമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ പരസ്പരം ചെളിവാരി എറിയുന്ന കാഴ്ച അമ്മ സംഘടനയെ സ്നേഹിക്കുന്നവരിലും സിനിമയ്ക്ക് പുറത്തും സൃഷ്ടിക്കുന്ന വിഷമവും അവജ്ഞയും വലുതാണ്. നിരവധി കലാകാരന്മാർക്ക് താങ്ങും തണലുമാകേണ്ട അമ്മ സംഘടന ഇതുവഴി പൊതുജനമധ്യത്തിൽ അപഹാസ്യമാവുകയാണ്. അതിനെ ഒന്നുകൂടി ആളിക്കത്തിക്കാനാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ എന്ന നടിക്കെതിരെ നിലനിൽക്കാൻ അശേഷം സാധ്യതയില്ലാത്ത ആരോപണങ്ങളുമായി ഒരാൾ അവതരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി പ്രദർശിപ്പിച്ച സിനിമകളിൽ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന് ആരോപിച്ചാണ് ഇയാൾ പരാതി നൽകിയിരിക്കുന്നത്. മികച്ച ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച ശ്വേതാ മേനോൻ എന്ന അഭിനേത്രിയെ ഈ അവസരത്തിൽ പിന്തുണയ്ക്കേണ്ടത് സഹപ്രവർത്തകരായ നമ്മുടെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. രതിവൈകൃത മനോരോഗമുള്ള മേനാച്ചേരിമാരല്ല അമ്മ സംഘടനയിലെ തിരഞ്ഞെടുപ്പ് തീരുമാനിക്കേണ്ടത്. അത് അമ്മയിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങൾക്ക് ശ്വേതാ മേനോന് വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. പക്ഷേ നമ്മുടെ തൊഴിലിൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ വരുന്ന ഏതൊരു പ്രതികൂല ശക്തിയും നമ്മൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും. ഇവിടെയാണ് അമ്മയുടെ മക്കളുടെ ഐക്യം നമ്മൾ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കേണ്ടത്. ഈ നിയമയുദ്ധത്തിൽ ധാർമ്മികമായി ശ്വേതാ മേനോനെ പിന്തുണയ്ക്കുന്നു എന്നുമാണ് കുറിപ്പ്. പിന്തുണച്ച പ്രമുഖർ ഇവരൊക്കെയാണ്: ദേവൻ, ലാൽ, ജോയി മാത്യു, ബാബുരാജ്, അലൻസിയർ, തമ്പി ആന്റണി, കൈലാഷ്, ജോമോൾ, നന്ദു, സുരേഷ് കൃഷ്ണ, കലാഭവൻ ഷാജോൺ, മാളവിക മോഹൻ, അൻസിബ ഹസൻ, രവീന്ദ്രൻ, ഇർഷാദ് അലി, അനൂപ് ചന്ദ്രൻ, ഉണ്ണി ശിവപാൽ, ഡോക്ടർ ടോണി, ടിനി ടോം, സരിയു മോഹൻ, ദിനേശ് പ്രഭാകർ, സന്തോഷ് കീഴാറ്റൂർ, അനൂപ് ചന്ദ്രൻ, സിജോയ് വർഗീസ്, ജെയിൻ ചേർത്തല, കുക്കു പരമേശ്വരൻ എന്നിവരാണ് പിന്തുണച്ചിരിക്കുന്നത്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നതാണ് ശ്വേതാ മേനോനെതിരായ പരാതി. കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തത്. മാർട്ടിൻ മേനാച്ചേരി എന്നയാൾ നൽകിയ പരാതിയിലാണ് കേസ്. IT നിയമത്തിലെ 67A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ്. അശ്ലീല രംഗങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്ന് പരാതിയിലുണ്ട്. തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അന്വേഷണ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്താൻ സാധ്യത കൂടിയിരുന്നു. ഇതിനിടയിലാണ് പുതിയ വിവാദം എത്തിയത്.